വെൽക്കം ടു ദാസ് ക്രിയേറ്റീവ് ബൈറ്റ്സ്. ഇന്ന് നമുക്ക് നല്ല ക്രിപ്സി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കി നോക്കാം. ഇതിനായി ഞാനിവിടെ സാമാന്യ വലിപ്പമുള്ള 4 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ക്യൂബ്സുകളായിട്ട് അരിഞ്ഞ് ഒരു 15 മിനിറ്റോളം തണുത്ത വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. 15 മിനിറ്റിന് ശേഷം ഇത് 3-4 തവണ ടാപ്പ് വാട്ടറിൽ കഴുകിയെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ ഉരുളക്കിഴങ്ങ് മുങ്ങിക്കിടക്കത്തക്ക വിധം വെള്ളം എടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി തിളപ്പിക്കുക. നന്നായി തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ക്യൂബ്സ് ആക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങുകളെല്ലാം ഇട്ട് ഒരു 5 മിനിറ്റ് നേരം വേവിക്കുക. ഒരുപാട് വെന്ത് പോയാൽ ഈ ഉരുളക്കിഴങ്ങെല്ലാം പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഓവറായിട്ട് വെന്ത് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യത്തിന് കുക്കായി കഴിഞ്ഞാൽ ഇത് ഊറ്റിയെടുത്ത് നമ്മൾ ടിഷ്യൂ പേപ്പർ വിരിച്ചു വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക് നിരത്തിയിടാം. ഇനി മറ്റൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് ഇതിന് മുകളിലുള്ള വെള്ളമെല്ലാം ഒപ്പിയെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിന് ആവശ്യമായ ഉപ്പും ചേർത്ത് വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങുകൾ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കുക. ഇനി ഒരു പാത്രത്തിൽ നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ സൺഫ്ലവർ ഓയിൽ ചേർത്ത് നന്നായി ചൂടാക്കുക. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ലോ ടു മീഡിയത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങുകൾ കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കാം. ഈ കോട്ടിങ്ങിന് പുറത്ത് ചെറിയ കുമിളകൾ പോലെ വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇത് ഒരുപാട് നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല, കാരണം നമ്മളിത് രണ്ടാമതൊന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. എല്ലാം വറുത്തെടുത്ത് നിരത്തി വയ്ക്കാം. ഇതിന്റെ ഒന്ന് ചൂടാറുമ്പോൾ ഇതിനെ വീണ്ടും എണ്ണയിലേക്കിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രിപ്സി ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.